തിരുവനന്തപുരത്ത് എത്തിയാൽ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് പാർക്കുകളൊക്കെ കാണാൻ കഴിയും. അതുവഴിയൊക്കെ പോയിട്ടുള്ളവർക്ക് അത് അറിയുകയും ചെയ്യാമല്ലോ. കവടിയാറിൽ അക്കാമ ചെറിയാന്റെ പേരിലും ഒരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും കുറച്ചു നേരം ഇരുന്ന് സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഒരു ചെറിയ പാർക്കാണ്. പക്ഷേ പറഞ്ഞതുപോലെ അത്ര സുന്ദരമൊന്നുമല്ല ആ പാർക്കിന്റെ സ്ഥിതി എന്നതാണ് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാടുണ്ട്, മാലിന്യമുണ്ട്, ഇരിക്കാൻ പോയിട്ട് പാർക്കിലേക്ക് ഒന്ന് കയറാൻ പോലും ഇപ്പോൾ ആരും എത്തുന്നില്ല. എന്താണ് അതിന് കാരണമെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് കവടിയാറിൽ, അതും രാജ്ഭവന്റെ തൊട്ടു മുന്നിലുള്ള പാർക്കാണ് ഈ അക്കാമ ചെറിയാൻ പാർക്ക്. കാലം കുറെയായി ഈ പാർക്ക് വന്നിട്ട്. അന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഇടം, ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആളുകൾക്ക് വന്നിരിക്കാൻ കുറച്ച് സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഈ ഒരു പാർക്ക് രൂപീകരിച്ചിരുന്നത്. 2018 പിന്നെ അത് നവീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് BK പ്രശാന്ത് മേയറായ സമയത്ത് വലിയ രീതിയിൽ ഇത് നവീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് കണ്ട രീതിയിലല്ല ഇന്ന് ഈ പാർക്ക് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഇവിടെ പോകുന്നവർക്ക് ഒന്ന് വിശ്രമിക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പാർക്ക് രൂപീകരിക്കുന്നത്. പക്ഷേ ഇതാ ഈ ഇരിപ്പിടത്തിലേക്ക് ഒന്ന് ഇരിക്കണമെന്ന് കരുതിയാൽ ഇവിടെ മുഴുവൻ കാട് കെട്ടി നിൽക്കുകയാണ്. ഇനി അങ്ങനെയെങ്കിലും വന്നൊന്ന് വിശ്രമിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇതാ ഇവിടെ ഒന്നൊന്ന് ഇരുന്നാൽ നമുക്ക് ചുറ്റിലും കാണാൻ കഴിയുന്നത് വേസ്റ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ പൂർണ്ണമായും കാട് മൂടി അക്കാമ ചെറിയാന്റെ ഒരു വലിയ പ്രതിമ തന്നെ നമുക്ക് ഇതിന് തൊട്ടു മുന്നിൽ കാണാം. ചരിത്രമൊക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു പ്രതിമ. പക്ഷേ ആ പ്രതിമയ്ക്ക് മുകളിൽ പോലും പുല്ലും മരങ്ങളും വളർന്നിട്ടുണ്ട്. അത് മാറ്റാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അന്ന് 2018 നഗരസഭയും ക്രൈസ്റ്റ് നഗർ സ്കൂളും ഒക്കെ ചേർന്നാണ് ഇതിന്റെ നവീകരണം നടത്തിയത്. പക്ഷേ നവീകരണം നടത്തി എന്നതൊഴിച്ചാൽ ഇവിടെ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയൊക്കെ നമുക്ക് ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ കാട്ടിൽ വന്ന് കുട്ടികളെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിൽ വലിയ രീതിയിൽ കാട് മൂടി ആളുകൾക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വേസ്റ്റ്, എപ്പോൾ മാലിന്യം തള്ളുന്ന ഒരു പാർക്കായി ഇവിടേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഇടപെടൽ, നഗരസഭ ഉൾപ്പെടെ കൃത്യമായ ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് ആവശ്യം. ഇത്തരത്തിൽ ഒരു വലിയ സൗകര്യമായി നമ്മൾ തന്നെ വരുമ്പോ സാധാരണ രീതിയിൽ രാജ്ഭവനിലേക്കൊക്കെ മാർച്ച് ഉണ്ടാകുമ്പോൾ ആ മാർച്ചിന്റെ ഭാഗമായി അവിടെ വരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഈ അക്കാമ ചെറിയാൻ പാർക്കിലേക്ക് കയറാമെന്ന് കരുതിയാൽ പോലും ഇവിടെ ഈ പറഞ്ഞതുപോലെ കാട് മൂടിയ സ്ഥലമാണ്. ഇവിടെ വെച്ച് ഈ പാമ്പ് കടി ഏൽക്കുന്നതിലും നല്ലത്, അല്ലെങ്കിൽ ഈ കാട്ടിലേക്ക് കയറുന്നതിലും നല്ലത് പുറത്തെവിടെയെങ്കിലും വിശ്രമിക്കുക, അതാണ് നല്ലത് എന്ന് ആളുകൾ ചിന്തിക്കുന്നതിൽ മറ്റു തെറ്റില്ല എന്ന് വേണം പറയേണ്ടിയിരിക്കുക. ഏതായാലും നഗരസഭ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഒരു പാർക്കുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നെ എന്താണ് ഈ പാർക്കിൽ സംഭവിച്ചത് എന്ന് ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ അക്കാമ ചെറിയാൻ പാർക്ക്. ഏതായാലും നഗരസഭ ഇതിൽ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള, കുട്ടികൾക്ക് കളിക്കാനുള്ള, ഈ അക്കാമ ചെറിയാന്റെ ഈ പ്രതിമയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇടം കൂടിയായി ഈ സ്ഥലം മാറ്റേണ്ടതുണ്ട്. അതിനേതായാലും ഇത് കണ്ടെങ്കിലും കൃത്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.